കഴിഞ്ഞ 5 വർഷത്തിനിടെ എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാണാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരും UDF നേതാക്കളും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഊഷ്മളമായ ബന്ധമാണ്. ഊഷ്മളമായ ബന്ധം. മാധ്യമപ്രവർത്തകർ എവിടെയുണ്ടോ അവിടെ UDF നേതാക്കളുണ്ടാകും. UDF നേതാക്കൾ എവിടെയുണ്ടോ അവിടെ മാധ്യമപ്രവർത്തകരും ഉണ്ടാകും. അത്രയ്ക്ക് നല്ല ബന്ധമാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിച്ചു നിൽക്കാൻ എല്ലാ UDF നേതാക്കളും തയ്യാറുമാണ്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവർ മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുടെ എല്ലാം സ്വഭാവം അതുതന്നെയാണ്. പക്ഷെ ഇപ്പോൾ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓടടാ ഓട്ടം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് സംഭവങ്ങൾ. ഇതാ നമുക്ക് ആദ്യത്തെ ഒരു ഓട്ടം കാണാം. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെതാണ്. രാഹുൽ വെല്ലുവിളിക്കോ? അത് കഴിഞ്ഞ് മറ്റൊരു ഓട്ടവും കൂടി ഇന്നുണ്ടായിരുന്നു. ആദ്യം മാധ്യമപ്രവർത്തകരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ തിരിച്ചുപോയി. അതിനുശേഷം വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തക ചോദ്യങ്ങളുമായി വന്നു. ഒന്നും പറയാതെ ഓടി രക്ഷപ്പെടുന്ന കാഴ്ച, കാറിൽ കയറി രക്ഷപ്പെടുന്ന കാഴ്ച. അത് മറ്റാരുമല്ല, വിവാദ നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെയാണ്. ആ ദൃശ്യങ്ങളും കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. മാധ്യമസമ്മേളനം കഴിഞ്ഞല്ലേ ഉള്ളൂ. മാധ്യമസമ്മേളനം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പം മാധ്യമസമ്മേളനം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനിയൊരു ചെറിയ ദൃശ്യമുണ്ട്. അത് ഷാഫി പറമ്പലിൻ്റെതാണ്. ഷാഫി പറമ്പൽ എന്ന് വെച്ചാൽ മീഡിയ ഫ്രണ്ട്ലിയാണ്. മീഡിയ പ്രവർത്തകർ പറയുന്നത് അങ്ങനെയാണ്, മീഡിയ ഫ്രണ്ട്ലിയാണ്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, എന്ത് വിശേഷമുണ്ടെങ്കിലും പറയും, അത്യാവശ്യം പാർട്ടി കാര്യങ്ങൾ പോലും പറഞ്ഞു തരും. അത്രയ്ക്കും നല്ല ബന്ധമാണ് മാധ്യമപ്രവർത്തകരുമായി. എന്നാൽ 2 ചോദ്യം തിരിച്ച് ചോദിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു ഓട്ടം കഴിഞ്ഞ ദിവസം നടന്നതാണ്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ. ഇപ്പോൾ ഏതാണ് സമയമെന്ന് ഓർക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസം മാത്രമേ ഉള്ളൂ. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത്രക്കും നിർണായകമായ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള കാലയളവിലാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒരേ ഓട്ടം ഓടുന്നത്. എന്തൊരു ദയനീയമായ കാഴ്ചയാണ് എന്നോർക്കണം. എന്താണ് UDF, എന്താണ് കോൺഗ്രസ് എന്ന് ഈ അവസാന കാലത്താണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. ഇന്നലെ കണ്ടതൊന്നും കാഴ്ചയല്ല, ഇന്ന് കണ്ടതും നാളെ കാണാനിരിക്കുന്നതുമാണ് കാഴ്ച എന്ന് പറയുന്നത് പോലെയാണ് സംഭവങ്ങൾ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അവസ്ഥ പരമ ദയനീയമായിരിക്കും.